നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് കുമരമ്പത്തൂർ കുളപ്പാടത്ത് കുന്നിടിച്ച മണ്ണ് കടത്തുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. മണ്ണ് കടത്താനെത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. വീടുകൾക്ക് ഭീഷണിയെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് കുന്നിടിക്കുന്നതെന്നും നാട്ടുകാർ. പ്രതിഷേധത്തെ തുടർന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ സ്ഥലത്തെത്തി. ശ്രീകൃഷ്ണപുരം ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. MLAക്ക് വീഴ്ച പറ്റിയെന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമെന്നും പ്രസിഡന്റ്. ലക്കിടി കൂട്ടുപാതയിൽ സിഗ്നൽ സ്ഥാപിച്ചത് വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെയെന്ന ആക്ഷേപം. ആദ്യ ദിനത്തിൽ തന്നെ ആശയക്കുഴപ്പത്തിലായി യാത്രക്കാർ. ജംഗ്ഷനിലെ അപകടഭീതിക്ക് ഇപ്പോഴും പരിഹാരമായില്ല. മുലപ്പാൽ നൽകി ഉറക്കിക്കിടത്തിയ കുഞ്ഞ് മരിച്ച നിലയിൽ. പുലാപ്പറ്റ സ്വദേശി കൃഷ്ണകുമാർ സുമീഷ ദമ്പതികളുടെ 6 മാസം പ്രായമുള്ള ആൺകുഞ്ഞ് യുവാൻ ആണ് മരിച്ചത്. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയെന്ന് സംശയം. 13 വയസ്സുള്ള പെൺകുട്ടിയെ ബസ് യാത്രയ്ക്കിടെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ. മണ്ണാർക്കാട് പയ്യനടം കുമ്പളംപുഴയിൽ വീട്ടിൽ 42-കാരനായ ബിജുവിനാണ് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചത്. വിശദമായ വാർത്തകൾ നോക്കാം. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ കുളപ്പാടത്ത് കുന്നിടിച്ച് മണ്ണ് കടത്തുന്നതിന് എതിരെ നാട്ടുകാർ രംഗത്ത്. മണ്ണ് കടത്താനെത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. വീടിന് വിള്ളലുണ്ടായെന്നും കൽവർട്ടും റോഡും തകർന്നെന്നും നാട്ടുകാർ. പോലീസും റവന്യൂ വകുപ്പും സ്ഥലത്തെത്തി. കുളപ്പാടം പൂന്തിരുത്തിക്കുന്നിലാണ് വൻതോതിൽ കുന്നിടിച്ച് നിരത്തി മണ്ണ് കടത്തുന്നത്. സമീപത്തെ വീടുകൾക്ക് ഭീഷണിയാവുന്ന വിധത്തിലാണ് കുന്നിടിക്കുന്നതെന്നും വലിയ ടോറസ് വാഹനങ്ങൾ ഭാരം കയറ്റി പോകുന്നത് കാരണം ഗ്രാമീണ റോഡ് തകർന്നുവെന്നും ആരോപിച്ചാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. വലിയ വാഹനങ്ങൾ നിരന്തരം പോകുന്നത് കാരണം തന്റെ വീടിന് വിള്ളലുണ്ടായതായി പൂന്തിരുത്തിക്കുന്നിലെ രവികുമാർ പറഞ്ഞു. വീട് വെക്കാൻ സ്ഥലം നിരപ്പാക്കുകയാണെന്നാണ് സ്ഥലം ഉടമ പറഞ്ഞിരുന്നത്. തുടക്കത്തിൽ ഇത് വിശ്വസിക്കുകയായിരുന്നു. എന്നാൽ ഒരു കുന്നു മുഴുവൻ ഇടിച്ചു നിരത്തി കടത്തുകയാണ്. പ്രധാനമന്ത്രി സടക്ക് യോജന പദ്ധതിയിൽ വർഷങ്ങൾക്ക് മുമ്പ് നവീകരിച്ച റോഡ് ടോറസ് വാഹനങ്ങൾ നിരന്തരം പോകുന്നത് കാരണം തകർന്ന് യാത്ര ചെയ്യാൻ കഴിയാത്ത വിധമായി. കൽവെട്ട് തകരുകയും ചെയ്തു. ടോറസ് വാഹനങ്ങളിൽ മണ്ണ് കടത്ത് തുടർന്നാൽ റോഡ് പൂർണ്ണമായും തകരുന്ന സ്ഥിതിയുണ്ടാവും. ഇക്കാര്യം തീരുമാനമുണ്ടാകുന്നതുവരെ മണ്ണ് കടത്താൻ അനുവദിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ റോഡ് ഇത്ര അമിത ഭാരം കയറ്റി പോകുന്ന വാഹനങ്ങൾ പോകുമ്പോൾ വീട് വൈബ്രേറ്റ് ചെയ്യുന്നു. ഒന്ന് അതെൻ്റെ പേഴ്സണൽ അതാണ്. പിന്നെ റോഡ് മൊത്തം പൊളിഞ്ഞു, കൽവർട്ടുകൾ പൊളിഞ്ഞു. പിന്നെ റോഡ് ടാറിങ് എല്ലാം തന്നെ പോയി. 60 ടണ്ണ് ഭാരം കയറ്റിയ വാഹനങ്ങളാണ് നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട്. അത് ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങൾക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഭയങ്കര പൊടി, മണ്ണ്, അതുപോലെ ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങൾ. രാത്രി പുലർച്ചെ കാലത്ത് 3 മണിക്ക് പോലും കാലി വാഹനങ്ങൾ ഇതിലെ സഞ്ചരിച്ചിരുന്നു പല ദിവസങ്ങളിൽ. ഇപ്പോൾ കുറച്ചായിട്ട് നിർത്തി വെച്ചാൽ ഇന്ന് രാവിലെ വീണ്ടും ഒരു 5-6 ലോറികളും JCB ഒക്കെ ഒന്ന് മണ്ണ് നിറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങളെല്ലാവരും കൂടിയും അത് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി വെക്കാൻ ആവശ്യപ്പെട്ട് അങ്ങനെ പോലീസ് വന്ന് നിർത്തി വെപ്പിച്ചിട്ടുണ്ട് തൽക്കാലം. പക്ഷേ അത് തുടർന്നും അവർ ചെയ്യുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത്. അവർക്ക് പെർമിഷൻ ഉണ്ട് എന്ന്. അതുകൊണ്ട് ഞങ്ങൾ മണ്ണ് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഈ മണ്ണ് കയറ്റി കൊണ്ടുപോകുന്ന കോൺട്രാക്ടർമാർ പറയുന്നത്. ഇതാണ് റോഡിൻ്റെ പ്രശ്നമാണ് മെയിൻ വരുന്നത്. റോഡ് മൊത്തം പൊളിഞ്ഞ് നഷ്ടം. ഇത് പ്രധാനമന്ത്രിയുടെ ഇതിന്ന് സടക്ക് ഗ്രാമയോജന ഫണ്ടിൽ നിന്ന് പാസ്സായിട്ടുള്ള റോഡാണ്. അപ്പോൾ ഇതിലൂടെ ഇത്ര അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അതൊന്നും നോക്കാതെ നിരന്തരമായി ഒരു ദിവസം 100 കണക്കിന് ലോഡ് മണ്ണാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏകദേശം എനിക്ക് അറിയാൻ കഴിഞ്ഞത് കൃത്യമായിട്ട് അറിയില്ല, എന്നാൽ ഒരു 50 ടണ്ണിലധികം ഭാരം ഓരോ വണ്ടിയിലും വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ലോറി തന്നെ 30 ടൺ ഭാരം വരുന്നു. അതിന് പുറമെ അത്ര തന്നെ അതിൻ്റെ മുകളിലേക്ക് നിറയെ മണ്ണ് കയറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് അറിയിച്ചിരുന്നു, പിന്നെ കുറച്ച് നിർത്തി വെച്ചു, വീണ്ടും തുടർന്ന് ഉണ്ടാകും. ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരു 10 സെൻറ്റ് സ്ഥലം മാത്രം അയാളെ വീടിന് വേണ്ടി മണ്ണെടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ നിലവിൽ അതല്ല അവസ്ഥ. ഇപ്പോൾ ഏകദേശം ഒരു 10-70 സെൻറ്റ് സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഇത് ജനങ്ങളെല്ലാവരും കൂടി ഇടപെട്ട് നോക്കിയത്. ഇടതുമുന്നണി ഭരിക്കുന്ന കുമരമ്പത്തൂർ പഞ്ചായത്താണ് കുന്നു നിരത്താൻ അനുമതി നൽകിയിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണകക്ഷിയുടെ നേതൃത്വത്തിന്റെ സഹായത്തോടെയാണ് കുന്നിടിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. വാഹനം തടഞ്ഞു പോലീസ് സ്ഥലത്തെത്തി. മണ്ണെടുക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. മണ്ണ് കയറ്റിയ ലോറി കാവുണ്ട സ്കൂളിന് സമീപവും 3 വാഹനങ്ങൾ മണ്ണെടുക്കുന്ന സ്ഥലത്തും മണ്ണ് കയറ്റാൻ വന്ന ഒരു ലോറി പൂന്തിരുത്തക്കുന്നിലും നാട്ടുകാർ തടഞ്ഞിട്ടു.
നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ ഷാജിയുടെ നേതൃത്വത്തിൽ റവന്യൂ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. കെട്ടിടം കെട്ടാൻ മണ്ണെടുക്കാൻ കുമരമ്പത്തൂർ പഞ്ചായത്താണ് അനുമതി നൽകിയതെന്ന് റവന്യൂ സംഘം അറിയിച്ചു. അനുവദനീയമായതിൽ കവിഞ്ഞ മണ്ണെടുത്തിട്ടുണ്ടോ എന്നും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയതായും ഡെപ്യൂട്ടി തഹസിൽദാർ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ. കെ പ്രേംകുമാർ MLAക്ക് വീഴ്ച പറ്റിയെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നും നിലവിലെ കാലതാമസത്തിന് കാരണം സർക്കാർ തലത്തിലുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. 2000-2005 കാലഘട്ടത്തിൽ വികസന താൽപര്യക്കാരായ നാട്ടുകാർ സൗജന്യമായി നൽകിയ 52 സെന്റ് സ്ഥലത്താണ് ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കിയത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മാറിവന്ന ഭരണസമിതികൾ ഇതിനെ സജീവമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഭരണസമിതിയും ഇതിന് മുൻഗണന നൽകുന്നുണ്ട്. ഈ വർഷത്തെ പഞ്ചായത്ത് ബജറ്റിലും വികസന സെമിനാറിലും ബസ് സ്റ്റാൻഡ് നവീകരണവും അതോടൊപ്പം പെരുമാങ്ങോട് ചന്ത എന്ന മിനിയേച്ചർ ചന്തയുടെ രൂപീകരണവും പ്രധാന ലക്ഷ്യങ്ങളായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വിവിധ കാറ്റഗറികളിലായി ഏകദേശം 50 ലക്ഷത്തോളം രൂപയുടെ ഫണ്ട് കുറവാണ് ഇത്തവണ പുതുക്കിയ ബഡ്ജറ്റിൽ വന്നിട്ടുള്ളത്. ഏപ്രിൽ 1 ശേഷം കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തിനും പുതിയ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഫണ്ട് അനുവദിക്കുകയോ പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുകയോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ പദ്ധതികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. വരാനിരിക്കുന്ന പദ്ധതികളുടെ വിശദവിവരങ്ങൾ ജൂലൈ 31-നകം സർക്കാരിന് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പദ്ധതിക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച ശേഷമേ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ പഞ്ചായത്തിന് സാധിക്കൂ. 10,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും സർക്കാർ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ മികച്ച വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ജനങ്ങൾ കെ പ്രേംകുമാറിനെ വീണ്ടും MLA ആയി തിരഞ്ഞെടുത്തത്. MLAയുടെ അശ്രദ്ധ കൊണ്ടോ അനാസ്ഥ കൊണ്ടോ അല്ല ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ കാലതാമസം നേരിടുന്നത്. ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് ഫണ്ടില്ല എന്ന് പഞ്ചായത്ത് എവിടെയും പറഞ്ഞിട്ടില്ല. ഇത്തരം പ്രചാരണങ്ങൾ ഭരണസമിതിക്ക് മേൽ ചെളിവാരിയെറിയാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. രാഷ്ട്രീയ ഉള്ളടക്കത്തോടെയുള്ള ഇത്തരം വിമർശനങ്ങളെ രാഷ്ട്രീയമായി തന്നെ കാണും. എന്നാൽ വികസന കാര്യങ്ങളിൽ വരുന്ന സദുദ്ദേശപരമായ നിർദ്ദേശങ്ങളെയും അഭിപ്രായങ്ങളെയും ഭരണസമിതി എപ്പോഴും സ്വാഗതം ചെയ്യുന്നു എന്നും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനെ സജീവമാക്കുക എന്നത് ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞങ്ങൾ ആദ്യത്തെ അവസരത്തിൽ തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. 2026 ഫെബ്രുവരി 21-നാണ് ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള, അതായത് പുതിയ ഭരണസമിതി വന്നതിന് ശേഷമുള്ള പഞ്ചായത്ത് ബജറ്റും അതുപോലെ തന്നെ വികസന സെമിനാറും അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ആ വികസന സെമിനാറിൽ പങ്കെടുത്തവർക്കറിയാം. അതോടൊപ്പം തന്നെ അതിൻ്റെ രേഖകളിലും കൃത്യമായിട്ടുണ്ട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനെ സജീവമാക്കുന്നതിന് വേണ്ടി പെരുമാങ്ങോട് ചന്ത ആ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുകൊണ്ട് അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപം കൊടുക്കാനും വേണ്ടിയിട്ടുള്ള പരിശ്രമം ഏറ്റെടുക്കുമെന്നത്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് ഗവൺമെന്റ് വന്നതിന് ശേഷം 2 മാസങ്ങൾ പിന്നിട്ടു. കേരളത്തിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് മാത്രമല്ല കേരളത്തിലാകെ ഒരു ഗ്രാമപഞ്ചായത്തിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2026-27 വർഷത്തെ പദ്ധതി അന്തിമമാക്കാൻ അവസരം തന്നിട്ടില്ല ഗവൺമെന്റ് എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ വർഷത്തെ സ്പിൽ ഓവർ പദ്ധതികളുണ്ട്. ഈ വർഷം ഫെബ്രുവരിയിൽ ബജറ്റിൽ പറഞ്ഞ തുകയല്ല ഇപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് പുതുക്കിയ ബജറ്റിലുള്ളത്. ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ വികസന പ്രവർത്തനങ്ങൾക്കായി ലഭിക്കേണ്ട തുക വിവിധ കാറ്റഗറികളിലായി നമുക്ക് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ 50 ലക്ഷം രൂപയുടെ കുറവ് ഏതെല്ലാം പദ്ധതികളിൽ ഏതെല്ലാം മേഖലകളിൽ ഉണ്ടാകണം, സ്പിൽ ഓവർ പദ്ധതി ഏതെല്ലാം തിരഞ്ഞെടുക്കും, അതിനാവശ്യമായ ഫണ്ട് എങ്ങനെ എന്നതെല്ലാം കൃത്യമാക്കി 2026 ജൂലൈ 31-നകം സമർപ്പിക്കണമെന്നതാണ് ഗവൺമെന്റ് ആവശ്യപ്പെട്ടത്. ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുമെന്നും പദ്ധതിക്ക് അംഗീകാരം ലഭിക്കുന്നതോടെ ഇവിടെ മികച്ച സൗകര്യങ്ങൾ ഒരുക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകി. മുലപ്പാൽ നൽകി കിടത്തിയ 6 മാസം പ്രായമുള്ള കുട്ടി മരിച്ച നിലയിൽ. പുലാപ്പറ്റ വെട്ടമ്പറമ്പത്ത് കിഴക്കേതിൽ കൃഷ്ണകുമാർ സുമീഷ ദമ്പതികളുടെ ആൺകുട്ടി യുവാൻ ആണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെ 7 മണിയോടെയാണ് സംഭവം. അച്ഛനും അമ്മയ്ക്കും അടുത്തു തന്നെ കിടത്തിയിരുന്ന കുട്ടിക്ക് അർദ്ധരാത്രിയിൽ മുലപ്പാൽ കൊടുത്തിരുന്നു.
രാവിലെ 7 മണിയായിട്ടും ഉണരാതായതോടെ വീട്ടുകാർ നോക്കിയപ്പോഴാണ് കുട്ടിയെ അനക്കമില്ലാത്ത നിലയിൽ കണ്ടത്. ഉടൻ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയതാണോ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്ന് ഡോക്ടർ പറഞ്ഞു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ലോഡിംഗ് തൊഴിലാളിയാണ് കൃഷ്ണകുമാർ. സഹോദരി അശ്വിത. കൃത്യമായ മുന്നൊരുക്കങ്ങളില്ലാതെ ലക്കിടി കൂട്ടുപാതയിൽ സിഗ്നൽ സ്ഥാപിച്ചതുമൂലം ആദ്യ ദിനത്തിൽ തന്നെ വലിയ തോതിലുള്ള ആശയക്കുഴപ്പവും നിയമലംഘനങ്ങളും. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ചൊവ്വാഴ്ച രാവിലെ മുതൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം നിലവിൽ വന്നുവെങ്കിലും കവലയിലെ അപകട ഭീതിക്ക് ഇപ്പോഴും പരിഹാരമായില്ല. വാഹനങ്ങൾക്ക് സിഗ്നലിന് മുന്നിലായി നിർത്താനുള്ള കൃത്യമായ സ്റ്റോപ്പ് ലൈൻ മാർക്കിങ്ങുകൾ റോഡിൽ രേഖപ്പെടുത്താത്തതാണ് പ്രധാന പ്രതിസന്ധി. ഇതേ തുടർന്ന് ഭൂരിഭാഗം വാഹനങ്ങളും സിഗ്നൽ ലൈറ്റും കഴിഞ്ഞ് റോഡിന് നടുവിലേക്ക് കയറ്റിയാണ് നിർത്തുന്നത്. വണ്ടി നിൽക്കുമ്പോ കാണുമ്പോ വണ്ടി നിൽക്കില്ലല്ലോ അവരുടെ ബസ്. ഇത് മറ്റ് ദിശകളിൽ നിന്നുള്ള വാഹനങ്ങളുടെ സുഗമമായ കടന്നുപോക്കിനെ ബാധിക്കുന്നതിനൊപ്പം സിഗ്നൽ ലൈറ്റുകൾ പരസ്യമായി ലംഘിച്ച് വാഹനങ്ങൾ മുന്നോട്ടു പോകുന്നതും പതിവായിരിക്കുകയാണ്. സിഗ്നലിന് സമീപം കാൽനടയാത്രക്കാർക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള സീബ്ര ക്രോസിംഗ് ലൈനുകൾ ഇതുവരെ വരച്ചിട്ടില്ലാത്തത് മറ്റൊരു വലിയ വീഴ്ചയാണ്. തിരക്കേറിയ ഈ ജംഗ്ഷനിൽ വിദ്യാർത്ഥികളടക്കമുള്ള കാൽനടയാത്രക്കാർ കടുത്ത ഭീതിയോടെയാണ് വാഹനങ്ങൾക്കിടയിലൂടെ ജീവൻ പണയം വെച്ച് റോഡ് മുറിച്ചു കടക്കുന്നത്. ഒറ്റപ്പാലം ഭാഗത്തു നിന്നുള്ള റോഡിന്റെ ഇറക്കം കാരണം വാഹനങ്ങൾ നിയന്ത്രണം വിട്ടുവരുന്നത് കാൽനടയാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാകുന്നുണ്ട്. തുടർച്ചയായി ഇത്തരം നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇത് പിടികൂടാൻ കവലയിൽ AI ക്യാമറകളോ ട്രാഫിക് പോലീസോ നിലവിൽ ലഭ്യമല്ല. സിഗ്നൽ സംവിധാനം പുതിയതായതിനാൽ തുടക്കത്തിൽ ഗതാഗതം നിയന്ത്രിക്കാനും ഡ്രൈവർമാർക്ക് ധാരണ നൽകാനും പോലീസിന്റെ സാന്നിധ്യം അത്യാവശ്യമാണെന്നിരിക്കെയാണ് ഈ സ്ഥിതി. സിഗ്നൽ സംവിധാനം ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം കഴിയുകയൊക്കെ ചെയ്തു. ഇപ്പോഴും വാഹനങ്ങൾ സിഗ്നലിൽ നോക്കാണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത്. ആ സീബ്ര ലൈനിലൊന്ന് വരയ്ക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് അത്യാവശ്യമാണ്. വണ്ടികൾ പലതും കയറിയിട്ടാണ് നിൽക്കുന്നത്. ഈ തിരുവിലാവിലെ എന്ന് പറഞ്ഞ വണ്ടിക്ക് അതിൻ്റെ സിഗ്നലിൻ്റെ കറക്റ്റായിട്ട് ഇത് വന്നിട്ടില്ല. എന്നാലും ജനങ്ങളത് വണ്ടിക്കാർ അത് നോക്കാണ്ട് തെറ്റിച്ച് പോവുകയാണ്. അത് എത്രയും പെട്ടെന്ന് കമ്മിറ്റി ഇതിൻ്റെ മോണിറ്റർ കമ്മിറ്റി നടപടി സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. പാലക്കാട് കുളപ്പുള്ളി പ്രധാന പാതയിൽ തിരുവില്ലാമല റോഡ് വന്നു ചേരുന്ന ലക്കിടി കൂട്ടുപാതയിൽ അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് സിഗ്നൽ സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായത്. കഴിഞ്ഞ ദിവസവും ഇവിടെ കാറും ലോറിയും കൂട്ടിയിടിച്ച് വലിയ അപകടമുണ്ടായിരുന്നു. നേരത്തെ ബ്ലിങ്കിംഗ് ലൈറ്റ് മാത്രം സ്ഥാപിക്കാൻ ഇരുന്നയിടത്താണ് ശക്തമായ ജനവികാരത്തെ തുടർന്ന് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത്. പാലക്കാട് ഒറ്റപ്പാലം ഭാഗങ്ങളിലേക്കും തിരുവില്ലാമല ഭാഗത്തേക്കുമുള്ള ഗതാഗതത്തെ നിയന്ത്രിക്കാനാകുന്ന നിലയിലാണ് നിലവിൽ സിഗ്നലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ മുതൽ രാത്രി 8 വരെയാണ് സിഗ്നൽ പൂർണ്ണതോതിൽ പ്രവർത്തിക്കുക. രാത്രി 8 മണിക്ക് ശേഷം ഇത് മഞ്ഞ ലൈറ്റുകൾ മിന്നിത്തിളങ്ങുന്ന ബ്ലിങ്കിംഗ് സംവിധാനത്തിലേക്ക് മാറും. കവലയിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ സിഗ്നൽ സ്ഥാപിച്ച നടപടി സ്വാഗതാർഹമാണെങ്കിലും റോഡ് മാർക്കിങ്ങുകൾ അടിയന്തരമായി പൂർത്തിയാക്കുകയും ട്രാഫിക് പോലീസിനെ നിയോഗിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പദ്ധതിയുടെ യഥാർത്ഥ ഗുണം ജനങ്ങൾക്ക് ലഭിക്കൂ എന്ന് നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയുന്നു.
ഒറ്റപ്പാലം കണ്ണിയമ്പുറം തോടിന് കുറുകെ കിടന്നിരുന്ന മരം നഗരസഭ പണം ചെലവഴിച്ച് മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ഒറ്റപ്പാലം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ രാമകൃഷ്ണൻ മാസ്റ്റർ. ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയും അടിയന്തര പ്രാധാന്യത്തോടെയും ചെയ്ത ഒരു സാമൂഹിക പ്രവൃത്തിയെ രാഷ്ട്രീയ ലാഭത്തിനായി വളച്ചൊടിക്കാനാണ് UDFും പ്രതിപക്ഷവും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരം നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് വെട്ടിമാറ്റിയെന്ന UDF അംഗങ്ങളുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായാണ് വാർഡ് കൗൺസിലറും സ്ഥിരം അധ്യക്ഷനുമായ രാമകൃഷ്ണൻ മാസ്റ്റർ രംഗത്തെത്തിയത്. തോട് വരമ്പത്താണ് ഈ മരം നിന്നിരുന്നത്. ഇത് ഒരിക്കലും ഒരു സ്വകാര്യ വ്യക്തിയുടെ വളപ്പിലെ മരമല്ല, മറിച്ച് തോട് പുറമ്പോക്ക് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന മരമാണിതെന്നും രാമകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. എൻ്റെ വാർഡിൽ ഒരു തോട്ടിൽ വീണ മരം വെട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഈ ആരോപണം വസ്തുതാവിരുദ്ധമാണ് എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഈ മരം നിൽക്കുന്നത് ഒരു നാരായണൻകുട്ടി എന്ന് പറയുന്ന ഒരു കർഷക തൊഴിലാളിയുടെ കൃഷിയിടത്തിൻ്റെ വക്കത്ത് തോടിനോട് ചേർന്നാണ്, തോട്ട് വരമ്പത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിൽക്കുന്ന മരമാണ്. ആ മരം കഴിഞ്ഞ വെള്ളപ്പൊക്കം ആ സമയത്താണ് തോന്നുന്നു അത് പുഴങ്ങി തോട്ടിലേക്ക് മറഞ്ഞു പോകുന്നു. അപ്പോൾ അവിടെ ഉള്ള ഒരു 8-10 വീട്ടുകാരെ സംബന്ധിച്ച് വെള്ളപ്പൊക്ക ഭീഷണി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ അവർ ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ ഈ കാര്യം നഗരസഭയിൽ അത് ഉന്നയിക്കുകയും നഗരസഭയിൽ നിന്ന് ബന്ധപ്പെട്ട JHI അവിടെ സ്ഥലപരിശോധന നടത്തുകയും ആ സ്ഥലപരിശോധനയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ മരം വെട്ടി നീക്കുന്നതിന് വേണ്ട നടപടികളെക്കുറിച്ച് അതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ആ മരം മാത്രമല്ല, അതിൻ്റെ തൊട്ടടുത്തായി ഇരു കരകളിലായിട്ട് 6-7 ചെറിയ, ഇത്ര വലിപ്പമില്ല എങ്കിൽ പോലും മരങ്ങളുണ്ട്. ഒരു മരമാണെങ്കിൽ ഉണങ്ങി വാടിക്കരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയിലാണ്. വലിയ ഉയരമുള്ള മരങ്ങളാണ് എല്ലാം. അപ്പോൾ അത് വെട്ടി നീക്കുക എന്നത് അനിവാര്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. ആ നിലയ്ക്കാണ് അടിയന്തര പ്രാധാന്യത്തോടു കൂടി അത് വെട്ടി നീക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിച്ചത്. അപ്പോൾ ഇവരുടെ ആരോപണം അത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് എന്നാണ്. ഒരിക്കലും അത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമല്ല. തോട് പുറമ്പോക്ക് എന്ന് നമ്മൾ പറയുന്ന തോടിൻ്റെ കരകളിലുള്ള ഭാഗത്താണ് ഈ മരങ്ങൾ. അപ്പോൾ ഇവർ പറഞ്ഞ ഈ വാദം അംഗീകരിക്കുകയാണെങ്കിൽ ഇപ്പോൾ നഗരസഭ തോട് വൃത്തിയാക്കുന്ന വലിയ പ്രവർത്തനം ചെയ്തു. ആ പ്രവർത്തനത്തിൽ ഉടനീളം തോടിൻ്റെ വശങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് മരങ്ങൾ വെട്ടി നീക്കിയിട്ടാണ് ആ തോടിൻ്റെ വൃത്തിയാക്കൽ നടന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ തോടിൻ്റെ സമീപത്തുള്ള എല്ലാ മരങ്ങളും വെട്ടി നീക്കാൻ അതത് തൊട്ടപ്പുറത്തുള്ള സ്ഥല ഉടമസ്ഥനോട് ആവശ്യപ്പെടുക എന്നുള്ള രീതിയിലാണോ ചെയ്യേണ്ടത്? സാമൂഹ്യ പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുത്ത നഗരസഭയുടെ പ്രവൃത്തിയെ ജനങ്ങൾക്ക് മുൻപാകെ തെറ്റിദ്ധരിപ്പിക്കുന്നതായും രാമകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഒരു വലിയ ഒരു പ്രശ്നം, സാമൂഹ്യ പ്രശ്നം എന്ന നിലയ്ക്ക് ഒരു വിഷയം വന്നാൽ അത് പരിഹരിക്കാൻ നടപടിയെടുത്ത നഗരസഭയുടെ പ്രവൃത്തിയെ ജനങ്ങളുടെ മുമ്പാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുക എന്നത് ഒരു ശരിയായ നടപടിയല്ല. അപ്പോൾ ഈ മരം അവിടുന്ന് വെട്ടി നീക്കി, ഇപ്പോൾ വെട്ടി നീക്കിയ സ്ഥലം, മരം കിടക്കുന്നത് ഈ പറയുന്ന വ്യക്തിയുടെ കൃഷിസ്ഥലത്താണ്. അപ്പോൾ അയാൾ ആ കൃഷിസ്ഥലത്ത് ഇപ്പോൾ അയാൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പരാതിയാണ് വാസ്തവത്തിൽ അയാളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അയാൾക്ക് ഒരു വലിയ സാമ്പത്തിക ലാഭം കിട്ടുന്ന മരമാണെങ്കിൽ അത് അയാൾ തന്നെ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കണം. അപ്പോൾ ഇതല്ല. ഇതുപോലുള്ള ഇത്തരം അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങളും മറ്റും വെട്ടി നീക്കിയിട്ടാണ് ഇപ്പോൾ ഈ തോട് നവീകരണം, കിഴക്കേ തോടും പടിഞ്ഞാറേ തോടും നവീകരണം നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ വെറുതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതിനപ്പുറം ഒരു വസ്തുതയും ഇതിൻ്റെ പിന്നിലില്ല എന്നാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുന്നത്. പ്രാദേശിക സർക്കാരുകൾക്കുള്ള ബജറ്റ് വിഹിതം കുറച്ച കേരള സർക്കാർ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീകൃഷ്ണപുരത്ത് LDF സായാഹ്ന ധർണ നടത്തി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ധർണ ഉദ്ഘാടനം ചെയ്തു. പുതിയ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ പ്രാദേശിക സർക്കാരുകൾക്കുള്ള 1533.55 കോടി രൂപ വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ നടപടി പിൻവലിക്കുക, 2026-27 വർഷത്തെ പദ്ധതി വിഹിതം 1ാം ഗഡു അനുവദിക്കുക, സ്പിൽ ഓവർ പദ്ധതികൾക്കുള്ള വിഹിതമായി പ്രത്യേക തുക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് LDF ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി ധർണ ഉദ്ഘാടനം ചെയ്തു.
എന്നാൽ 2 മാസം കൊണ്ട് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. ഈ ഗവൺമെന്റിന്റെ ഗതി എങ്ങോട്ടാണ്, പോക്ക് എങ്ങോട്ടാണ്, ദിശ എങ്ങോട്ടാണ് എന്നുള്ളത് 2 മാസം ആയപ്പോഴേക്കും മനസ്സിലാക്കാൻ പറ്റി. ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അവർ പ്രഖ്യാപിച്ചത് കേരളം കടക്കണിയിലാണ്, പാപ്പരായി ഇരിക്കുകയാണ്, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞാണ് ഒരു ധവളപത്രം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി കേരളത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ചത്. ധവളപത്രം അവതരിപ്പിക്കുന്നതിന്റെ മുമ്പ് തന്നെ മുൻ ധനകാര്യമന്ത്രി സഖാവ് KN ബാലഗോപാൽ പരസ്യമായി പറഞ്ഞു, കേരളത്തിന്റെ ഖജാന, ഞങ്ങൾ അധികാരമൊഴിയുമ്പോൾ കേരളത്തിന്റെ ഖജാന, അങ്ങനെ പലരും പരിഹാസ സൂചകമായി പറയുന്നത് പോലെ പൂച്ച വെട്ടിയെടുക്കുന്ന ഖജനാവൊന്നുമല്ല. 6000 കോടി രൂപ ഖജനാവിൽ ഇപ്പൊ നിലവിലുണ്ട്. 6000 കോടി രൂപ കൃത്യമായിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചമാണ്. ഇടതുമുന്നണിയുടെ 10 കൊല്ലത്തെ ഭരണത്തിന് ശേഷം സാമ്പത്തികമായി കേരളം തകർന്നിട്ടില്ല. സ്ഥിതി മെച്ചമാണ് എന്ന് ധനകാര്യമന്ത്രി കണക്ക് സഹിതം കൃത്യമായി പറഞ്ഞിട്ടും നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ അതല്ല ശരി, കേരളം തകർന്നിരിക്കുകയാണ്, സാമ്പത്തികമായി പാപ്പരായിരിക്കുകയാണ് എന്ന തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് അവർ സ്ഥിരമായി പ്രയോഗിച്ചിരുന്ന കല്ല് വെച്ച നുണ ഇക്കാര്യത്തിലും പറഞ്ഞു. CPM മണ്ണമ്പറ്റ ലോക്കൽ സെക്രട്ടറി MC വാസുദേവൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ B രാജേഷ്, CN ഷാജു ശങ്കർ, ശ്രീകൃഷ്ണപുരം ലോക്കൽ സെക്രട്ടറി MK ദേവി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M അരുണ, സ്ഥിരം സമിതി ചെയർമാൻമാരായ VC ഉണ്ണികൃഷ്ണൻ, KK ലിനി എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന് പദ്ധതി വിഹിതം കുറവാക്കിയത് വഴി 47.17 ലക്ഷം രൂപയും സ്പിൽ ഓവർ ഇനത്തിൽ 90.27 ലക്ഷം രൂപയും ചേർത്ത് 1,37,44,000 രൂപയുടെ കുറവാണ് വന്നിട്ടുള്ളത്. ഈ സംഖ്യയുടെ കുറവ് 2026-27 വർഷത്തെ പദ്ധതിയിൽ കുറവ് വരുന്ന സാഹചര്യത്തിൽ പ്രതിഷേധിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. 13 വയസ്സുള്ള പെൺകുട്ടിയെ ബസ് യാത്രക്കിടെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ. മണ്ണാർക്കാട് പയ്യനടം കുമ്പളംപുഴയിൽ വീട്ടിൽ 42-കാരനായ ബിജുവിനാണ് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് ദിനേശൻ പിള്ള ശിക്ഷ വിധിച്ചത്. പിഴ സംഖ്യ ഇരയ്ക്ക് നൽകാനും വിധിയായി. 2024 കേസിനാസ്പദമായ സംഭവം. കല്ലടിക്കോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് സബ് ഇൻസ്പെക്ടർമാരായ M ഷഹീർ, നൌഷാദ് BM എന്നിവരാണ്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സന്ദീപ് ഹാജരായി. കേസിൽ 16 സാക്ഷികളെയും 16 രേഖകളും ഹാജരാക്കി. ഇടവേള. വാർത്തകൾ തുടരുന്നു. യാത്രക്കാർ മറന്നുവച്ച ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും അടങ്ങിയ ബാഗ് സുരക്ഷിതമായി ഉടമകൾക്ക് തിരികെ നൽകി മാതൃകയായി ബസ് ജീവനക്കാർ. ഒറ്റപ്പാലം പാലക്കാട് റൂട്ടിലോടുന്ന ദർശൻ ബസ്സിലെ ഡ്രൈവർ, പട്ടാമ്പി പള്ളിപ്പുറം സ്വദേശി മണികണ്ഠൻ, കണ്ടക്ടർ പഴയന്നൂർ സ്വദേശി വിനു എന്നിവരാണ് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത്. ചെന്നൈയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ നിലമ്പൂർ സ്വദേശികളായ 12 അംഗ കുടുംബത്തിനാണ് തങ്ങളുടെ ജീവിത സമ്പാദ്യം പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ തിരികെ കിട്ടിയത്. ഞായറാഴ്ച രാവിലെയായിരുന്നു നാടിന് അഭിമാനമായി മാറിയ സംഭവം നടന്നത്. ചെന്നൈയിലേക്ക് പോകാനായി ഒറ്റപ്പാലത്ത് നിന്നും പാലക്കാട്ടേക്ക് ബസ്സിൽ യാത്ര ചെയ്ത കുടുംബത്തിന്റെ ബാഗാണ് നഷ്ടമായത്. പാലക്കാട് എത്തിയപ്പോൾ തിരക്കിനിടയിൽ സ്വർണവും പണവും അടങ്ങിയ ബാഗ് ഇവർ ബസ്സിൽ തന്നെ മറന്നുവച്ചു. ബസ് പാലക്കാട് സ്റ്റാൻഡിൽ യാത്രക്കാരെയെല്ലാം ഇറക്കിയ ശേഷം ഡ്രൈവർ മണികണ്ഠനും കണ്ടക്ടർ വിനുവും ചേർന്ന് പതിവ് പരിശോധന നടത്തിയപ്പോഴാണ് പിൻസീറ്റിൽ ഒരു ബാഗ് ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം തുറന്നു നോക്കിയപ്പോൾ വസ്ത്രങ്ങൾ മാത്രമാണ് കണ്ടത്. യാത്രക്കാർ ആരെങ്കിലും മറന്നുപോയതാകാം എന്ന് കരുതി ഇവർ ബാഗ് മാറ്റിവെക്കുകയായിരുന്നു. പിന്നീട് വൈകിട്ടോടെ സർവീസുകളെല്ലാം പൂർത്തിയായ ശേഷം ബാഗ് വിശദമായി പരിശോധിച്ചപ്പോഴാണ് ജീവനക്കാർ ഞെട്ടിയത്. വസ്ത്രങ്ങൾക്കടിയിൽ സൂക്ഷിച്ച നിലയിൽ 10 പവനോളം സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും അതിലുണ്ടായിരുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കൾ കണ്ട ഉടൻ തന്നെ ഒട്ടും മടിക്കാതെ ജീവനക്കാർ ബസ് മാനേജറായ പാലക്കാട് സ്വദേശി ജുബൈറിനെ വിവരമറിയിച്ചു.
ഒട്ടും സമയം കളയാതെ ബാഗ് പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു. ബസ് ജീവനക്കാർ ബാഗ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച വിവരം അറിഞ്ഞ ഓടിയെത്തിയ കുടുംബത്തിന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ബാഗ് കൈമാറുകയായിരുന്നു. ഞായറാഴ്ച ഇവിടുന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ ഒരു 12 പേര് കയറി. നിലമ്പൂരിലെ ആൾക്കാരാണ്, അവർക്ക് ട്രെയിനിൽ പോകാനെന്ന് പറഞ്ഞു. അപ്പൊ 12 പേരിലാണ് ലഗേജും അതേപോലെ കൂടുതലുണ്ടായിരുന്നു. ബാഗ് ഒരു ബാക്ക് സീറ്റിന്റെ അടിയിൽ വെച്ച് മറന്നു. ഞാൻ ട്രെയിനിന്റെ സമയം പറഞ്ഞപ്പോൾ മേപ്പറമ്പിൽ നിന്ന് ഓട്ടോ വിളിച്ചോറ് പറഞ്ഞിട്ട് അവിടെ മേപ്പറമ്പിൽ ഇറക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് പാലക്കാട് ചെന്ന് നോക്കിയപ്പോൾ ബാഗ് ഇരിക്കുന്നു. അത് ഞങ്ങൾ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചു. തുറന്നു നോക്കിയപ്പോൾ കുറച്ച് തുണികളാ, കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടി വണ്ടിയിൽ വെച്ചു. വൈകുന്നേരം ഡീസൽ അടിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവർ വെറുതെ തുറന്നിട്ട് തുണി മാറ്റി നോക്കിയപ്പോൾ അതിനകത്ത് 2 കെട്ട് 500. പിന്നെ ഒരു പാത്രം നിറച്ച് സ്വർണ്ണവും. അപ്പൊ തന്നെ ഞങ്ങൾ മാനേജറെ വിളിച്ചു, അങ്ങനെ സംഭവം കിട്ടിയിട്ട് പറഞ്ഞു. അതിന് സൗത്ത് സ്റ്റേഷനിലോട്ട് ഏൽപ്പിച്ചു. ഇന്നലെ വന്നിട്ട് അവർ മേടിച്ചിട്ട് പോയി. ലഹരിക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമാവാൻ പെരിന്തൽമണ്ണ നഗരസഭ. ഓപ്പറേഷൻ തൂഫാൻ പെരിന്തൽമണ്ണയിൽ വിജയകരമായി നടപ്പാക്കുന്നതിന് നഗരസഭയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. ജൂലൈ 17-ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം തല പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തും. ഓപ്പറേഷൻ തൂഫാൻ പെരിന്തൽമണ്ണയിൽ വിജയകരമായി നടപ്പാക്കുന്നതിന് നഗരസഭയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഉദ്ഘാടനത്തിന്റെ പ്രചാരണാർത്ഥം ജൂലൈ 16-ന് പെരിന്തൽമണ്ണ നഗരസഭയുടെ നേതൃത്വത്തിൽ ബഹുജന റാലി സംഘടിപ്പിക്കും. നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ ഫാറൂഖ് യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, സെക്രട്ടറി ലാൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ നാലകത്ത് ബഷീർ, തൊട്ടശ്ശേരി ഖദീജ, ഹുസൈന നാസർ, അമ്പിളി മനോജ്, പ്രതിപക്ഷ നേതാവ് വി രാഹുൽ, പെരിന്തൽമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടർ റിഷാദ് അലി, എക്സൈസ് ഓഫീസർ സുധീഷ് കൃഷ്ണ, വ്യാപാര സംഘടനാ നേതാക്കളായ ചമയം ബാപ്പു, ഷാലിമർ ഷൗക്കത്ത്, ബഷീർ ഇമേജ് തുടങ്ങിയവർ സംസാരിച്ചു. കൗൺസിലർമാർ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, യുവതാ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാന്റെ പ്രചരണാർത്ഥം ചെർപ്പളശ്ശേരി പ്രസ് ക്ലബ്ബും ചെർപ്പളശ്ശേരി പോലീസും സംയുക്തമായി സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് നെല്ലായ മാരായമംഗലത്തെ ജില്ലാ പഞ്ചായത്ത് ഫുട്ബോൾ ടർഫിൽ വച്ചാണ് മത്സരം നടക്കുക. ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെയൊരു സൗഹൃദ മത്സരം ഒരുക്കിയിട്ടുള്ളത്. പ്രസ് ക്ലബ്ബും പോലീസും ഇരു ടീമുകളായാണ് മത്സരിക്കുക. ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എന്നിവരും ചടങ്ങിന്റെ ഭാഗമാകും. പുതുതലമുറയ്ക്ക് ലഹരിവിരുദ്ധ സന്ദേശം നൽകുക എന്നതുകൂടിയാണ് സൗഹൃദ മത്സരത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU ജൂലൈ 24-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. മാർച്ചിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹന പ്രചാരണ ജാഥയ്ക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകി. ഓട്ടോ ടാക്സി നിരക്ക് പരിഷ്കരിക്കുക, ഇന്ധനവില വർധനവ് പിൻവലിക്കുക, പൊതുവാഹനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനം വിതരണം ചെയ്യുക, തൊഴിലാളിദ്രോഹ ലേബർ കോഡ് ഉപേക്ഷിക്കുക, മോട്ടോർ തൊഴിലാളികൾക്ക് ESI അനുവദിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU ജൂലൈ 24-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. മാർച്ചിന്റെ പ്രചരണാർത്ഥം പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പടിഞ്ഞാറൻ മേഖല വാഹന പ്രചാരണ ജാഥയ്ക്കാണ് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത്. ജാഥ ക്യാപ്റ്റൻ K. ബാബു, ജാഥാംഗം K. രാധാകൃഷ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗം KN കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു. ഒരാഴ്ച കൊണ്ട് ഇവിടെ 7.5 രൂപ പെട്രോളിനും 7.5 രൂപ ഡീസലിനും പാചകവാതകം 19 കിലോ ഉള്ള ഈ വ്യവസായ യൂണിറ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധനത്തിന് 1150 രൂപ വർദ്ധിപ്പിച്ച് 3165 രൂപയിലും CNGക്ക് 71 മുതൽ 79, 84 രൂപയിലേക്കും വർദ്ധിച്ചു. വീട്ടിലേക്ക് ആവശ്യമായ ഗ്യാസ് സിലിണ്ടറിന് വില എത്രയാണ് ഇപ്പൊ അറിയോ? നമ്മൾ പറഞ്ഞു വീട്ടുകാരിൽ അത് വാങ്ങിക്കലും കൊടുക്കുകയാണ്. 980 രൂപ കൊടുക്കണം. ആ വിലയിലേക്കാണ് വർദ്ധിച്ചത്. എന്നു മുതലാണ് ആരംഭിക്കുന്നത്? 2004 മുതൽ 14 വരെ 10 വർഷം ഈ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത UPA ഗവൺമെന്റാണ്. 2004 1 ലിറ്റർ പെട്രോളിന്റെ വില 32-37 രൂപ, ഡീസലിന് 22-27 രൂപ. അന്നൊരു ഗ്യാസ് സിലിണ്ടറിന് വീട്ടിൽ ഉപയോഗിക്കുന്നതിന് 281 രൂപ. CNGക്ക് വില എന്ന് എത്ര അറിയും? 13-14 രൂപയാണ്. അവിടെ നിന്നും 10 വർഷം കഴിഞ്ഞപ്പോൾ പെട്രോളിന്റെ വില 61 രൂപ 8 പൈസ, ഡീസലിന്റെ വില 48 രൂപയിലേക്ക്. ഗ്യാസ് സിലിണ്ടർ വീട്ടിൽ ഉപയോഗിക്കുന്നത് 281-ൽ നിന്ന് 550.
പിന്നെ വ്യവസായ യൂണിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വില അന്നുണ്ടായിരുന്നത് ഈ 550 നിന്നും 1500 കൂടി. കേട്ടോ, 1500. സ്വാഗത സംഘം കൺവീനർ AN നീരജ് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം PP വിജയൻ, ഡിവിഷൻ പ്രസിഡന്റ് KP അജയൻ, ജില്ലാ കമ്മിറ്റി അംഗം T ഉണ്ണികൃഷ്ണൻ, ഡിവിഷൻ ട്രഷറർ K സതീഷ്, CPM പട്ടാമ്പി ലോക്കൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വിവിധ വർഗ ബഹുജന സംഘടനാ പ്രതിനിധികൾ ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിച്ച് സ്വീകരിച്ചു. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച പുത്തനങ്ങാടി ശാഖ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആധുനിക സംവിധാനങ്ങളോടെ JB മാളിലാണ് പുത്തനങ്ങാടി ശാഖ പ്രവർത്തനം ആരംഭിച്ചത്. എട്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ പുത്തനങ്ങാടി ശാഖ ആധുനിക സംവിധാനങ്ങളോടെ JB മാളിൽ സജ്ജമായി. പുത്തനങ്ങാടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിക്ഷേപകർക്കും വായ്പാ ഉപഭോക്താക്കൾക്കും ഇടപാടുകാർക്കുമെല്ലാം മികച്ചതും ഏറ്റവും ആധുനികവുമായ ബാങ്കിംഗ് സേവനങ്ങൾ നവീകരിച്ച പുത്തനങ്ങാടി ശാഖയിലൂടെ ലഭ്യമാക്കാനാകും. ബാങ്കിന്റെ നവീകരിച്ച പുത്തനങ്ങാടി ശാഖാ മന്ദിരം ജൂലൈ 12 ഞായറാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് നവീകരിച്ച ബ്രാഞ്ചിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സഹകരണ മേഖലയിൽ ഇന്ന് ഒരു പുതിയ കാഴ്ചപ്പാടും കാൽവെപ്പും പുതിയ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കാൻ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ കാലമായി നമുക്കറിയാം, ഇന്ന് ലോണെടുത്ത് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ വളരെ പരിമിതമാണ്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടപ്പാക്കുന്ന ആശ്വാസ പദ്ധതി തീർച്ചയായിട്ടും വായ്പ എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി തന്നെയാണ്. നമ്മുടെ സഹകരണ ബാങ്കുകൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ബാങ്കുകളാണ്. ജനങ്ങളുടെ വിശ്വാസവും ഡയറക്ടർ ബോർഡിൻ്റെ ഭരണസമിതിയുടെ ജനങ്ങളുടെ വിശ്വാസവുമാണ് ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. ലോകത്താകമാനം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോഴും നമ്മുടെ സഹകരണ ബാങ്കുകൾ നിലനിന്നത് ആ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ടാണ്. ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ സഹകരണ മേഖലയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ സഹകരണ മേഖലയിൽ ഒറ്റപ്പെട്ട കാര്യങ്ങൾ മാത്രം. അതിനെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ കഴിയില്ല. സഹകരണ മേഖലയുടെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണ് കേരളത്തിൽ. അതിലേറ്റവും പ്രത്യേകിച്ച് സഹകരണ ബാങ്ക്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ അംഗീകാരം നേടിയിട്ടുള്ള ബാങ്കാണ് അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക്. ദശാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ബാങ്കാണ് സർവീസ് സഹകരണ ബാങ്ക് എന്ന് എനിക്കറിയാം. ബാങ്ക് പ്രസിഡന്റ് സുനിൽ ബാബു വാക്കാട്ടിൽ ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. മഞ്ഞളാംകുഴി അലി MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി K പ്രീതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉപഭോക്തൃ സൗഹൃദ സംവിധാനങ്ങളും നൂതന ബാങ്കിംഗ് സൗകര്യങ്ങളും പുതിയ ക്രമീകരണങ്ങളും ചടങ്ങിൽ പരിചയപ്പെടുത്തി. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം C സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനിൽ പുലിപ്ര, ഹാരിസ് കളത്തിൽ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞുമൊയ്തീൻ, പെരിന്തൽമണ്ണ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ സിദ്ദിഖ് അക്ബർ, പെരിന്തൽമണ്ണ ഓഫീസ് ഇൻസ്പെക്ടർ ജോൺ മാത്യു NM, ബാങ്ക് വൈസ് പ്രസിഡന്റ് ആന്റണി വാത്താച്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് മുൻ പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ അബ്ദുൾ ജബ്ബാർ, A ഹരി, ജോണി PV, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ, ബാങ്ക് ഡയറക്ടർ KS അനീഷ് കുമാർ, പുത്തനങ്ങാടി ബാങ്ക് ബ്രാഞ്ച് മാനേജർ ജൌഷത്ത് NP തുടങ്ങിയവരും ബാങ്ക് ഡയറക്ടർമാരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. മലപ്പുറം ജില്ലയിലെ തന്നെ A ക്ലാസ് ബാങ്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളിലൊന്നായ അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസും 5 ശാഖകളോടും കൂടിയാണ് പ്രവർത്തിച്ചു വരുന്നത്. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. TP അഷ്റഫ് അലി MLA അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ബാദുഷ ഓഡിറ്റോറിയത്തിലാണ് സർവീസ് സഹകരണ ബാങ്കിന്റെ അനുമോദന ചടങ്ങ് നടന്നത്. മുനിസിപ്പാലിറ്റിയിൽ SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 100-ലധികം വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡും മെമന്റോയും നൽകി അനുമോദിച്ചു. TP അഷ്റഫ് അലി MLA അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
വി ആർ വിത്ത് യു എന്നുള്ളൊരു വലിയ മെസ്സേജാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. നിങ്ങൾ ഉയരെ പറക്കുക, നിങ്ങൾ കീഴടക്കാനുള്ള മുഴുവൻ സ്വപ്നങ്ങളുടെ പിന്നാലെയും നിങ്ങൾ സഞ്ചരിക്കുക. അങ്ങനെ നിങ്ങളുടെ വിജയങ്ങൾ കാണാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഇത് അഭ്യുദയകാംക്ഷികളായ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ഒരു ഷീൽഡ് നിങ്ങൾക്ക് നൽകുന്നതിലൂടെ ഇവിടെ കൈമാറുന്നത്. പുതിയ കാലം വെല്ലുവിളികളുടെ കാലമാണ്, വളരെ വേഗതയുടെ കാലമാണ്. ആ വേഗതയുടെ കാലത്ത് നമ്മൾ പിന്തള്ളപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടവരാണ്. ഒരു സ്കൂളിൽ 500 കുട്ടികൾ SLC പരീക്ഷ എഴുതുന്ന സ്കൂളിൽ A+ നേടിയ എല്ലാ കുട്ടികൾക്കും പിന്നെ അവിടെ ആകെ ഉള്ളത് 100 +1 സീറ്റാണ്. അതിൽ എല്ലാ കുട്ടികൾക്കും അവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ വലിയ പ്രതിസന്ധികളുള്ള ഒരു കാലമാണിന്ന്. അപ്പൊ ഏറ്റവും അധികം A+ നേടിയാൽ പോലും ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട വിഷയത്തിന് പഠിക്കാൻ കുട്ടികൾക്ക് അവസരം കിട്ടുന്നില്ല. അതൊരു വലിയ പ്രതിസന്ധിയായി നമ്മുടെ നാട്ടിലുണ്ട്. സർക്കാർ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി അഡീഷണൽ ബാച്ചുകളൊക്കെ നൽകാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും 60 സ്കൂൾ കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു +1 ബാച്ചിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് തെരഞ്ഞെടുക്കാൻ ആ കുട്ടിക്ക് കഴിയാതെ വരുന്ന സാഹചര്യമുണ്ട്. ബാങ്ക് പ്രസിഡന്റ് പച്ചേരി ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി വി ബാബുരാജ്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ MB ഫസൽ മുഹമ്മദ്, പെരിന്തൽമണ്ണ സഹകരണ സംഘം ജനറൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ K സിദ്ദിഖ് അക്ബർ, സഹകരണ സംഘം ഇൻസ്പെക്ടർ NM ജോയ് മാത്യു, മുനിസിപ്പൽ കൗൺസിലർ സബിത, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരനിക്കൽ ആനന്ദൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TK രാജേന്ദ്രൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ C അബ്ദുൽ നാസർ, മൊയ്തു കിഴക്കേതിൽ, മുഹമ്മദ് ഹനീഫ പടിപ്പുര, വി മുഹമ്മദ് സമീർ, അജിത് കുമാർ, സുരാദേവി ER, സുൽഫത്ത് ബീഗം, റെജീന അൻസാർ, ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് A ശശികല തുടങ്ങിയവർ പങ്കെടുത്തു. ചെറിയൊരു ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വിളകൾക്ക് പകരം കളയായ ബാംഗ്ലൂർ ഡെയ്സി സ്ഥാനം പിടിച്ചപ്പോഴും മണ്ണാത്തിപ്പാടം അതിമനോഹരമാണ്. 1.5 ഏക്കറോളം വരുന്ന ഭൂമിയിൽ ബാംഗ്ലൂർ ഡെയ്സി പൂക്കൾ മാത്രം. പൂക്കൾക്ക് പശ്ചാത്തലമായി സഹ്യ മലനിരകൾ കൂടിയാവുമ്പോൾ മനോഹര ക്യാൻവാസ് ചിത്രമെന്നോണം പ്രദേശത്തെ ഭംഗിയുള്ളതാക്കുന്നു. 2018 പ്രളയത്തിൽ കരടിയോട് തോട് കരകവിഞ്ഞ് മണ്ണും ചെളിയും കയറിയതോടെയാണ് മണ്ണാത്തി പാടശേഖരം കൃഷിയോഗ്യമല്ലാതായത്. സഹ്യന് താഴെ ഈ കാഴ്ച ആരുടെയും മനം കവരുന്നതാണ്. 1.5 ഏക്കറോളം ഭൂമിയിൽ നിറയെ ബാംഗ്ലൂർ ഡെയ്സി പൂത്തു നിൽക്കുന്നു. മഞ്ഞപ്പരവതാനിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിപ്പോകും. പൂവുകളിൽ നിന്നും തേൻ നുകരാനായി ചിത്രശലഭങ്ങളും തേനീച്ചകളും ചെറുവണ്ടുകളും പൂക്കളിൽ മത്സരിച്ച് സ്ഥാനം പിടിച്ചിരിക്കുന്നു. സഹ്യമലനിരകൾക്കും നീലാകാശത്തിനും പശ്ചാത്തലമായി നിൽക്കുന്ന പൂക്കളുടെ ദൃശ്യം പ്രകൃതിയൊരുക്കിയ വർണ്ണവിസ്മയമാണ്. നെല്ല്, കപ്പ, വാഴ തുടങ്ങിയ വിളകൾ നന്നായി വിളഞ്ഞിരുന്ന മണ്ണാത്തി പാടശേഖരത്തിലേക്ക് 2018 ഉണ്ടായ പ്രളയത്തിൽ കരടിയോട് തോട് കരകവിഞ്ഞൊഴുകിയതോടെയാണ് ചെളിയും മണ്ണും നിറഞ്ഞത്. പിന്നീട് കൃഷിയോഗ്യമല്ലാതായി. ഈ അവസരത്തിലാണ് ബാംഗ്ലൂർ ഡെയ്സി ഇവിടം സ്ഥാനം പിടിച്ചത്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വർഷം മുഴുവനും പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെടിയാണ് ബാംഗ്ലൂർ ഡെയ്സി. ഒരിക്കൽ വേര് പിടിച്ച് വളർന്നാൽ പിന്നീട് വെള്ളമില്ലെങ്കിലും ദീർഘകാലം നിലനിൽക്കുമെന്നതും ഈ ചെടിയുടെ പ്രത്യേകതയാണ്. സെൻട്രൽ അമേരിക്ക, കരീബിയൻ, മെക്സിക്കോ എന്നിവിടങ്ങളിലാണ് ചെടിയുടെ ഉത്ഭവമെന്ന് പറയപ്പെടുന്നു. വിഷാംശമില്ലെങ്കിലും ഭക്ഷ്യയോഗ്യമല്ല. ചെറുകഷ്ണം തണ്ട് മണ്ണുമായി സ്പർശിച്ചാൽ വേര് പിടിക്കും. തൂക്കുപാത്രങ്ങളിലും തിങ്ങി നിറഞ്ഞ വളർത്താവുന്ന സ്ഥലങ്ങളിലും ബാംഗ്ലൂർ ഡെയ്സി നട്ടുപിടിപ്പിക്കാം.
പുലാമന്തോൾ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഡെങ്കിപ്പനി പ്രതിരോധ ക്യാമ്പയിൻ തുടങ്ങി. പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി ഗൃഹസന്ദർശനവും ലഘുലേഖാ വിതരണവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് കൊതുക് നശീകരണ പ്രവർത്തനവും ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളും തുടരുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ അറിയിച്ചു. കാവുവട്ടം നടന്ന ക്യാമ്പയിൻ ജില്ലാ സെക്രട്ടറി കെ ശ്യാം പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇ ഷിജിൽ, കെ ടി ജിജീഷ്, സ്വരൂപ്, മുഹമ്മദ് അലി, ഉണ്ണി ചെമ്മല, മിഥുൻ, ഹത്തീഖ്, അമൽ എന്നിവർ നേതൃത്വം നൽകി. ചെർപ്പുളശ്ശേരി നഗരസഭ നമസ്തേ ദിനാചരണത്തിന്റെ ഭാഗമായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ശുചീകരണ തൊഴിലാളികൾക്കും ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് ആയുഷ്മാൻ കാർഡും വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ജംസിയ കെ ടി ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു രേഷ്മ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഷാഹുൽ ഹമീദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത വി, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രൂപേഷ്, ഡോക്ടർ യദു കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ശുചീകരണ തൊഴിലാളികളും അതുപോലെ തന്നെ കണ്ടിജൻ സ്റ്റാഫുകളുടെയും ആരോഗ്യവും സുരക്ഷയും ഉന്നമനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അതുമായി സംബന്ധിച്ചാണ് നമ്മൾ ഇതിലൂടെ ഒരു ഹെൽത്ത് കാർഡ്, അതുപോലെ തന്നെ എക്യുപ്മെന്റ്സ്, അതുപോലെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തുന്നത്. നിങ്ങളുടെ ആരോഗ്യം ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ എന്ത് ജോലി ചെയ്യണമെങ്കിലും നമുക്ക് ആരോഗ്യം മെയിനായിട്ട്, അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ആരോഗ്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ആരോഗ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുനിസിപ്പാലിറ്റി ആയാലും മുനിസിപ്പൽ തലം എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഇന്ന് നമസ്തേ ഡേ ആദരിച്ച് അല്ലെങ്കിൽ ഇത് ആചരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു ഡേയില് ഇത്തരത്തിലുള്ള ആളുകളെ എന്തുകൊണ്ടാണ് നമ്മൾ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ അത്ര തന്നെ നമ്മൾ ഒരു ഇത്തരത്തിലുള്ള ജോലികളിൽ ചെയ്ത് പോകുന്ന കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും അല്ലെങ്കിൽ ജോലികളും എല്ലാ ജോലിഭാരങ്ങളും ഇത്തരത്തിൽ നമ്മുടെ ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള മാലിന്യങ്ങൾ കാണും. അതിലെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെഡിക്കൽ ഓഫീസർ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വരാനിടയുള്ള ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അത്തരത്തിലുള്ള എല്ലാവും ഒരു മുൻകരുതലുകൾ എന്ന പോലെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. മണ്ണാർക്കാട് കുമരമ്പത്തൂർ കുളപ്പാടത്ത് കുന്നിടിച്ച മണ്ണ് കടത്തുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത്. മണ്ണ് കടത്താനെത്തിയ വാഹനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. വീടുകൾക്ക് ഭീഷണിയെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഒത്താശയോടെയാണ് കുന്നിടിക്കുന്നതെന്നും നാട്ടുകാർ. പ്രതിഷേധത്തെ തുടർന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ സ്ഥലത്തെത്തി. ശ്രീകൃഷ്ണപുരം ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. MLAക്ക് വീഴ്ച പറ്റിയെന്ന പ്രചാരണം വസ്തുതാ വിരുദ്ധമെന്നും പ്രസിഡന്റ്. ലക്കിടി കൂട്ടുപാതയിൽ സിഗ്നൽ സ്ഥാപിച്ചത് വേണ്ടത്ര മുന്നൊരുക്കമില്ലാതെയെന്ന് ആക്ഷേപം. ആദ്യ ദിനത്തിൽ തന്നെ ആശയക്കുഴപ്പത്തിലായി യാത്രക്കാർ. ജംഗ്ഷനിലെ അപകടഭീതിക്ക് ഇപ്പോഴും പരിഹാരമായില്ല. മുലപ്പാൽ നൽകി ഉറക്കിക്കിടത്തിയ കുഞ്ഞ് മരിച്ച നിലയിൽ. പുലാപ്പറ്റ സ്വദേശി കൃഷ്ണകുമാർ, സുമീഷ ദമ്പതികളുടെ 6 മാസം പ്രായമുള്ള ആൺകുഞ്ഞ് യുവാൻ ആണ് മരിച്ചത്. മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങിയെന്ന് സംശയം. 13 വയസ്സുള്ള പെൺകുട്ടിയെ ബസ് യാത്രയ്ക്കിടെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 3 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ. മണ്ണാർക്കാട് പയ്യനടം കുമ്പളംപുഴയിൽ വീട്ടിൽ 42-കാരനായ ബിജുവിനാണ് പട്ടാമ്പി ഫാസ്റ്റ് ട്രാക്ക് കോടതി ശിക്ഷ വിധിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.